إن الحمد لله صلى وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ അൻ-നിസാ 81ാമത്തെ വചനത്തിന്റെ വ്യാഖ്യാനം നോക്കൂ നിങ്ങൾ. വയഖൂലൂന അവർ പറയുകയാണ്, അതായത് മുനാഫിക്കുകൾ പറയുകയാണ്, ത്വാഅത്തുൻ അനുസരണം എന്ന് പറയുകയാണ്, അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും ഞങ്ങൾ അനുസരിക്കുന്നവരാണെന്ന് അവർ വ്യാജം പറയുകയാണ്, കള്ളം പറയുകയാണ് എന്നാണ് അതിന്റെ പൊരുൾ. ഫൈദാ ബറസൂ മിൻ ഇന്ദിക, നബിയെ താങ്കളിൽ നിന്നും വിട്ടുപോയാൽ, വെളിയിൽ പോയാൽ, ബയ്യത അവർ രാത്രി പരിപാടിയിടുകയായി, അതായത് ഗൂഢാലോചന നടത്തുകയായി അല്ലാഹുവിന്റെ റസൂലിനെതിൽ, ത്വായിഫത്തും മിൻഹും അവരിൽ നിന്നുമുള്ള ഒരു സംഘം, ഗൈറല്ലദീ തഖൂൽ അവർ പറയുന്നതല്ലാത്തത് എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞതല്ലാത്തത്, മുൻപ് പറഞ്ഞതല്ലാത്ത വാചകങ്ങൾ കൊണ്ട്, വാക്കുകൾ കൊണ്ട് അവർ അല്ലാഹുവിന്റെ റസൂലിന് നേരെയും മുഅ്മിനീങ്ങൾക്ക് നേരെയും രാത്രി ഗൂഢാലോചന നടത്തുകയായി എന്നാണ് അല്ലാഹു നമുക്ക് വിശദീകരിച്ചു തരുന്നത്. അല്ലാഹു ആകട്ടെ യക്തുബു അത് എഴുതി രേഖപ്പെടുത്തുന്നു, മാ യുബയ്യിതൂന അവരുടെ രാപ്പരിപാടി, അതായത് ഗൂഢാലോചന അല്ലാഹു സുബ്ഹാനഹു തആല എഴുതി രേഖപ്പെടുത്തുകയാണ്. ഫഅഇദുൻഹും അവരിൽ നിന്നും പിന്തിരിയുക, അതായത് അവരെ അവഗണിച്ചു കളയുക എന്നാണ് നബിയോട് അല്ലാഹു കൽപ്പിക്കുന്നത്. വതവക്കൽ അലല്ലാഹ് അല്ലാഹുവിന്റെ മേൽ നീ ഭരമേൽപ്പിക്കണം നബിയെ. വഖഫാ ബില്ലാഹി അല്ലാഹു മതിയായവനാകുന്നു, വക്കീലൻ എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കുന്നതിന് വക്കീലായി അല്ലാഹു മാത്രം മതി എന്നാണ് അല്ലാഹുവിന്റെ റസൂലിനെ സമാശ്വാസമായി, മുഅ്മിനീങ്ങൾക്ക് ആശ്വാസമായി ഈ വചനം അവതരിപ്പിക്കുകയാണ്. മുനാഫിക്കുകൾ എന്ത് തന്നെ കുതന്ത്രങ്ങൾ പ്രയോഗിക്കുകയാണെങ്കിലും, എത്ര തന്നെ അവർ പരിപാടികൾ ഇട്ടുകൊണ്ട് പലതരം ഗൂഢാലോചനകൾ നടത്തുകയാണെങ്കിലും, മുഅ്മിനീങ്ങളെയോ അല്ലെങ്കിൽ അല്ലാഹുവിന്റെ റസൂലിനോ യാതൊരു തരത്തിലുള്ള പരിക്കും ഏൽപ്പിക്കാൻ അവർക്ക് കഴിയില്ല. കാരണം അല്ലാഹുവിന്റെ സംരക്ഷണം ആ മുഅ്മിനീങ്ങൾക്കുണ്ടാകുമെന്നൊക്കെയാണ് ഈ ആയത്തിൽ കൂടി നമുക്ക് പഠിപ്പിക്കുന്നത്. എന്നാലും നല്ല ജാഗ്രത പാലിക്കണം എന്നുള്ള നിലക്കാണ് ഈ മുനാഫിക്കുകളുടെ പരിപാടികളെ കുറിച്ച് കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു തആല ഈ ആയത്തിൽ കൂടി മുഅ്മിനീങ്ങൾക്കും അതുപോലെ അല്ലാഹുവിന്റെ റസൂലിനും വിശദീകരിച്ചു കൊടുക്കുന്നത്. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.